അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 10 രൂപയുടെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഇതായി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ ആവിയേറ്റി എടുത്താൽ മതി. ₹10 2 പാക്കറ്റ് പാർലേജി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ പാർലേജി ബിസ്ക്കറ്റിന് പകരം ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇത് ചെയ്തിട്ടെടുക്കാം. അപ്പം ഈ ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റ് ആവിയേറ്റി എടുക്കുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ബിസ്ക്കറ്റ് ആവിയേറ്റാൻ വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയം ആവിയേറ്റേണ്ട ആവശ്യമില്ല, എന്നാൽ പിന്നെ പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് ബിസ്ക്കറ്റ്. ഇത് ചൂടാണ്, അപ്പോൾ ജസ്റ്റ് ഇതിന്റെ ചൂടൊന്ന് മാറട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 6 പാളയംകുട പഴമാണ് എടുത്തിട്ടുള്ളത്. മൈസൂർ പഴമാണ്. അപ്പൊ പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. തൊലിയൊക്കെ കറുത്തിട്ട് ബാക്കി വന്ന പഴമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ നല്ല പഴുത്തിട്ടുള്ള പഴം നോക്കിയെടുക്കുക. പഴം പാളയംകുട പഴം വേണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഏത് പഴം വേണമെങ്കിലും എടുക്കാം. നല്ല പഴുത്തിട്ടുള്ള തൊലി കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം എടുക്കാം. ഏത് പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പൊ പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കുക. പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഒരു കറച്ച വേണ്ടാവും. ഇനി ഒരു മാഷർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പൊ പഴമൊക്കെ അതാ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലത്തെ ഒരു മാഷർ വെച്ചിട്ടോ ഉടച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. അപ്പൊ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, യെല്ലോ കളറ്. പക്ഷെ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പൊ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാരയുടെ വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരണം. അപ്പൊ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് പഞ്ചസാരയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര മാത്രം എടുത്താൽ മതിയാകും. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര അധികം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എടുക്കുന്നത് കൂടി പോരുത്, ഒരു 1/4 ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് നിലക്കടല ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പൊടിച്ചെടുത്തതാണ്. അപ്പൊ ഇടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബദാം പൊടിച്ച് ചേർക്കും, അല്ലെങ്കിൽ പിസ്ത, കശുവണ്ടി ഇതെല്ലാം ഒരുമിച്ചിട്ട് പൊടിച്ചിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന നിലക്കടലയല്ലോ, അപ്പൊ അതാണ് ഞാൻ നിലക്കടല പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ മൈദയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. വെള്ളമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ മിക്സ് പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കി എല്ലാം കൂടിയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയൊന്നും ഇല്ലാതെ പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ തല്ലി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ഒഴിവാക്കാം.
വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കുറുകി സെറ്റായി കിട്ടണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പാനിൽ നിന്ന് ഇതുപോലെ ഒന്ന് വിട്ട് വരണം. ഇതിൽ നമ്മൾ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്ത പഴത്തിൻ്റെ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കാതെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചിരകിയ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ആവിയേറ്റി എടുത്ത ബിസ്ക്കറ്റിൻ്റെ ചൂടും ഇതാ മാറിയിട്ടുണ്ട്. നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് ഇതാ കണ്ടില്ലേ, പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവിയേറ്റി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആവിയേറ്റി എടുത്ത ഒരു ബിസ്ക്കറ്റ് എടുക്കുക. ഇനി നമ്മുടെ ഫില്ലിങ്, പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബിസ്ക്കറ്റും കൂടി വെച്ച് കൊടുത്ത് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ വശവും കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. സാവധാനം ചെയ്യുക. നമ്മുടെ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ബിസ്ക്കറ്റ് ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ 2ആയിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പം എല്ലാം ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 മുട്ടയുടെ വെള്ള അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മഞ്ഞ എടുത്തിട്ടില്ല, വെള്ള മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത ബിസ്ക്കറ്റ് മുട്ടയിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യാം. ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്ത ബിസ്ക്കറ്റ് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. 5-6 ബ്രെഡ് ജസ്റ്റ് കൈകൊണ്ട് മുറിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു പാനിലിട്ടിട്ട് മുരുമുരാന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് വാങ്ങാൻ കിട്ടും, അതായാലും മതി. ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുത്ത ഓരോന്നും ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. നമ്മൾ കുറച്ച് അധികമാണ് എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റ്. നമുക്ക് ആവശ്യത്തിന് മാത്രം ഫ്രൈ ചെയ്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒരു ഗോൾഡൻ നിറാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഈർപ്പൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ ദിവസം നമുക്ക് കേടുകൂടാതിരിക്കും. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കണ്ടില്ല, ഇതിന്റെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ബിസ്ക്കറ്റ് ഇതുപോലെ ആവിയേറ്റിയിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാത്ത കുട്ടികൾ പോലും ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിച്ചു പോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്